إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ മില്ലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോൾ മക്കയെക്കുറിച്ച്, മക്കയുടെ മഹത്വം എന്താണെന്ന്, അതിൻ്റെ പവിത്രത എന്താണ് എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു വിശ്വാസിയുടെയും സ്വപ്നഭൂമിയാണ് പരിശുദ്ധ മക്ക എന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന സകല നന്മകളുടെയും ഉറവിടം അത് പരിശുദ്ധ മക്കയിൽ നിന്നാണ്. ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം പണിതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഭവനത്തിൻ്റെ പൂർത്തീകരണം നടന്നത് അത് മക്കയിലാണ്. ലോകത്തിന് അനുഗ്രഹമായി പടച്ച റബ്ബ് നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മക്കയിലാണ്. ആ പ്രവാചകന് വഹ്യിന്റെ തുടക്കം കുറിച്ചത് മക്കയിലാണ്. അള്ളാഹുവിനും അവന്റെ ഹബീബിനും ഏറെ ഇഷ്ടപ്പെട്ട നാട് അത് മക്കയാണ്. നാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ള, സുരക്ഷിതത്വമുള്ള നാടേതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും പരിശുദ്ധ മക്കയാണ്. ഭൂമിയിൽ എവിടെ വെച്ച് നന്മകൾ ചെയ്താലും ലഭിക്കുന്നതിനേക്കാളേറെ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന നാട് അത് പരിശുദ്ധ മക്കയാണ്. പരിശുദ്ധ കഅബയും ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയും മഖാമു ഇബ്രാഹിമും സഫയും മർവയും സംസമും മിനയും അറഫയും മുസ്ദലിഫയും ജംറയും അടങ്ങുന്ന ഇസ്ലാമിന്റെ ശിആറുകൾ, അതുപോലെ തന്നെ ജബലുൻ നൂറും ജബലുസ് സൗറും ശഅബ് അബീ ത്വാലിബും തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ചരിത്ര സ്ഥലങ്ങളും അതെല്ലാം പരിശുദ്ധ മക്കയിലാണ്. എത്ര കണ്ടാലും കേട്ടാലും എത്ര പോയാലും മതിവരാത്ത, കൊതി തീരാത്ത നാടേതെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത് അത് പരിശുദ്ധ മക്കയാണ് എന്നതാണ്. ലോകാരംഭം മുതൽ മക്ക ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവോട് കൂടിയാണ് മക്ക ചർച്ചാ വിഷയമാകുന്നതും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നതും.
വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും മക്കയെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിവിധ പേരുകളാൽ മക്കയെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് മക്ക എന്നാണ്, മറ്റൊന്ന് ബക്ക എന്നാണ്, മറ്റൊന്ന് ഉമ്മുൽ ഖുറ എന്നാണ്. അതേപോലെ തന്നെ അൽ ബലദ്, മറ്റൊരു സ്ഥലത്ത് ബലദൻ ആമിന എന്നൊക്കെ മക്കയെ പരിചയപ്പെടുത്തിയതായി കാണാം. മസ്ജിദുൽ ഹറാം എന്ന് മൊത്തത്തിൽ മക്കക്ക് പറയുമെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. അതല്ല, മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാൽ കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്ക് മാത്രം പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും മസ്ജിദുൽ ഹറം എന്നതും മക്കയുടെ മറ്റൊരു പേരായി തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലെ ബാബിലോൺ എന്ന പട്ടണത്തിലെ ഊർ എന്ന ഗ്രാമത്തിൽ ജനിക്കുകയും വിഗ്രഹാരാധകനായ വിഗ്രഹ കച്ചവടക്കാരനായ ആസറിന്റെ മകനായി അവിടെ വളർന്നു വരികയും എന്നാൽ അവിടെ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ശിർക്കിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയും അവസാനം ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും ഞാൻ തന്നെ നിന്നെ കല്ലെറിഞ്ഞാട്ടുമെന്ന് വാപ്പ പറയുകയും അങ്ങനെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഷാമിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പിന്നീട് സിറിയയിലേക്കുമൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം താമസം മാറുന്നുണ്ട്. ഇബ്രാഹിം നബി സിറിയയിലേക്ക് താമസിക്കാൻ വരുമ്പോ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം, ഏറെ ഇഷ്ടപ്പെട്ട ഒരു നാടായിരുന്നു സിറിയ. എല്ലാം കൊണ്ടും ഫലഭൂയിഷ്ടമായ നാടായിരുന്നു സിറിയ. ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് ദഅവത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണായിരുന്നു സിറിയ. ധാരാളം ആളുകളുള്ള, എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന, അങ്ങനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു നാടായി വരുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ മക്കയിലേക്ക് കടന്നു ചെല്ലാൻ ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയായ ഹാജറും ആ മുലകുടിമാരാത്ത ഇസ്മായിൽ എന്ന കുഞ്ഞുമായി മക്കയുടെ ആ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെയും തന്റെ ഭാര്യയെയും മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ സിറിയയിൽ താമസിച്ച അവർക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോ ഒരിക്കലും സിറിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും തികച്ചും വ്യത്യസ്തമായ ഒരു നാടായിരുന്നു മക്ക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതാണ്. ഇമാം ബുഖാരി ആ കാര്യം സുദീർഘമായ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അന്ന് മക്കയിൽ വെള്ളമില്ല. ആ പ്രദേശത്ത് അവിടെ തണൽ നൽകാൻ ഒരു വൃക്ഷമില്ല. ആരെങ്കിലും സഹായിക്കാൻ കടന്നു വരാനില്ല. തികച്ചും വിജനമായ ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഭാര്യയെയും മകനെയും ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ താഴെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോവുകയാണ്. ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ കഅബയുടെ മസ്ജിദുൽ ഹറമിന്റെ തൊട്ടടുത്തുള്ള ഒരു പർവ്വതമാണ്. അവിടെ പോയ ആളുകൾക്കറിയാം, തൊട്ടടുത്തുള്ള എല്ലാ പർവ്വതങ്ങളും അവിടുത്തെ വികസനത്തിന്റെ ഭാഗമായി എല്ലാ പർവ്വതങ്ങളും നിരപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ പർവ്വതം ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. അവിടെയാണ് രാജാക്കന്മാരുടെ കൊട്ടാരം, അവിടുത്തെ രാജാവിന്റെ കൊട്ടാരം. അവിടെ പോയ ആളുകൾക്കറിയാം, ജമാഅത്തിന്റെ സമയമാകുമ്പോൾ
മക്കയിലെ മസ്ജിദുൽ ഹറമിലെ ഇമാമുമാർ കടന്നു വരുന്നത്, അവർ താമസിക്കുന്നത് ആ പർവ്വതത്തിന്റെ മേലെയുള്ള ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിന്നും നിലനിർത്തിയിട്ടുണ്ട്. അവിടെ അതിന്റെ മേലെയാണ് അവിടെ കൊട്ടാരം പണിതിട്ടുള്ളത് എന്നതാണ്. ആ ജബൽ അബി ഖുബൈസിന്റെ തൊട്ടടുത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും മകനെയും തനിച്ചാക്കി തിരിച്ചു പോവുകയാണ്. ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങളെ തനിച്ചാക്കി എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, വെള്ളമില്ല, ഒന്ന് കയറി നിൽക്കാൻ തണൽ വൃക്ഷം പോലുമില്ല. ഇവിടെ തനിച്ചാക്കി എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഇബ്രാഹിം നബി തിരിച്ചു പോവുകയാണ്. എന്ന് വരാൻ കഴിയും അറിയില്ല. ഇവിടത്തെ വിശേഷങ്ങൾ അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതുമില്ല. റബ്ബിന്റെ കൽപ്പനയാണ് അവിടെ തനിച്ചാക്കി തിരിച്ചു പോകണം എന്നുള്ളത്. ഇബ്രാഹിം നബിയോട് ഹാജറ ബീവി ധാരാളം ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾക്കാരാണ് സഹായത്തിനുള്ളത്? അക്കൂട്ടത്തിൽ ഹാജറ ബീവിയോട് ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇത്? ആ അല്ലാഹു അമറക ബിഹാസ, ഇത് റബ്ബിന്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി നഅം, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഹാജറ ബീവി പറഞ്ഞത്, ഇദല്ല യുളയ്യിഉനല്ലാഹ് റളീതു ബില്ലാഹ്, ധൈര്യമായി പോയിക്കോ, ഞങ്ങളെ റബ്ബ് സഹായിച്ചുകൊള്ളും. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരൽപ്പം പോയ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുട്ടുകുത്തി നിന്നു എന്നതാണ്. എന്നിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ വാചകമാണത്. ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ ആ ആയത്തിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ മക്കയുടെ ചരിത്രം. എന്താണ് മക്ക? മക്കയുടെ മഹത്വം എന്താണ്? ഇന്നെങ്ങനെ ആ മക്ക ആ രൂപത്തിലായിത്തീർന്നു എന്നതിന്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, ഇതാ നിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്ത് എന്റെ ഭാര്യയെയും എന്റെ മകനെയും തനിച്ചാക്കി ഞാൻ പോവുകയാണ്. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ, ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു വൃക്ഷം പോലുമില്ല, ഒരു താഴ്വര പോലുമില്ല, ഒരു വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല, നദികളില്ല, ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ തനിച്ചാക്കി പോവുകയാണ്. പക്ഷേ ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്താണ് ഞാൻ അവരെ താമസിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് പറയുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കഅബാലയം ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് 4-ാമത്തെ പ്രാവശ്യം കടന്നു വന്നപ്പോഴാണ് കഅബാലയത്തിന്റെ പണി ആരംഭിക്കുന്നത്. അതിൽ 1-ാമത്തെ പ്രാവശ്യം ഇതാണെങ്കിൽ അതിനുശേഷം 2ഉം 3ഉം തവണ വരികയും അങ്ങനെ 4-ാമത്തെ തവണ വരുമ്പോഴാണ് കഅബാലയത്തിന്റെ പണി ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ ആ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ആദം നബിയുടെ കാലം മുതലേ കഅബാലയമുണ്ട് എന്നതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇസ്ലാമിക ചരിത്രത്തിൽ ലോകാരംഭം മുതൽ സ്ഥാനം പിടിച്ച ഒന്നാണ് പരിശുദ്ധ മക്ക. ആദം നബിയുടെ കാലത്ത് പണിതിട്ടുണ്ട് പരിശുദ്ധ കഅബാലയം എന്നതാണ്. ആ സ്ഥാനത്താണ്, അതിന് തൊട്ടടുത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും തന്റെ മകനെയും തനിച്ചാക്കി തിരിച്ചു പോകുന്നത്. പിന്നീടാണ് മക്ക ലോകത്ത് ചർച്ചയാകുന്നത്. അവിടെ സംസം വരുന്നുണ്ട്. അതിലെ ആ വഴി പോകുന്ന യാത്രക്കാർ, അവർക്ക് വെള്ളം ആവശ്യം വരികയും അങ്ങനെ അവർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കാണുകയും ആ പക്ഷികൾ അവിടെ പറക്കണമെങ്കിൽ അതിന് താഴെ വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കുകയും
ആ പ്രദേശത്തേക്ക് കടന്നു വരികയും ഹാജറ ബീവിയുടെ സമ്മതപ്രകാരം ആ പ്രദേശത്ത് അവിടെ താമസം ആരംഭിക്കുകയും പിന്നീട് അവിടെ ആളുകൾ വർദ്ധിക്കുകയും അതിൽ നിന്ന് ഇസ്മായിൽ നബി വളർന്ന് യുവാവായ ശേഷം പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് കടന്നു വന്ന് അവിടെ നിന്ന് ആരംഭിച്ച് ജീവിതം ആരംഭിച്ച് ഹാജറയുടെ ഇസ്മായിലിന്റെ ജീവിതം ആരംഭിച്ച ശേഷം അവിടെ നിന്ന് സംസമിലൂടെ കടന്നു വന്ന് മക്കയുടെ ചരിത്രം വളരെ വിശദമായി തന്നെ ഹദീസിലും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ മാതാവ് എന്നതാണ് മക്കയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തികച്ചും വിജനമായി കിടന്നിരുന്ന, ചുറ്റും മലകളാൽ ഉയർത്തപ്പെട്ടിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് എല്ലാ രൂപത്തിലുള്ള ഉയർച്ചയും വളർച്ചയും നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്നതിന് മുൻപേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മക്കയെ പവിത്രതയുള്ളതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം പറയുന്നുണ്ട്, ഫഇന്ന ഹാസാ ബലദുൻ ഹറമല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഈ പരിശുദ്ധ മക്കയെ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ, കണ്ടോ നിങ്ങൾ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഈ പരിശുദ്ധ മക്കയെ ഹറമാക്കി അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതുവരെ? വഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ആ പവിത്രത നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഹറമിനെ, പരിശുദ്ധ മക്കയെ അതിന്റെ പ്രദേശത്തെ ഹറമാക്കി പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇന്ന ഇബ്രാഹിം ഹറമ മക്ക, ഇബ്രാഹിം നബിയാണ് മക്കയെ ഹറമാക്കി പ്രഖ്യാപിച്ചത് എങ്കിൽ വ ഇന്നി ഹറംതുൽ മദീന, ഞാൻ മദീനയെ ഹറമാക്കി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. ആ കഅബയുടെ ചുറ്റുഭാഗം, മസ്ജിദുൽ ഹറമിന്റെ ചുറ്റുഭാഗം, പരിശുദ്ധമായ ആ മക്കയുടെ പ്രദേശം അത് ഹറമാണ്, അത് പവിത്രതയുള്ളതാണ്. ഹറമിന്റെ തൊട്ടപ്പുറത്ത് തൻഈമാണ്. തൻഈം ഹറമിന് പുറത്താണ്. തൻഈം എന്ന് പറഞ്ഞാൽ അറിയാം, മസ്ജിദ് ആയിഷ നിൽക്കുന്ന സ്ഥലം, അത് ഹറമിന്റെ പുറത്താണ്. അതിന്റെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെയും പരിശുദ്ധ ഹറമിൽപ്പെട്ടതാണ്. എന്താണ് ഹറമിന്റെ പ്രത്യേകത? വമൻ ദഖലഹു കാന ആമിന. ആ ഹറമിലേക്ക്, ആ മക്കയുടെ പ്രദേശത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനായിരിക്കും, അവൻ സുരക്ഷിതനായിരിക്കും, അവിടെ സുരക്ഷിതനായിരിക്കും അവൻ. അതിനും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ പിൻബലമുണ്ട്. അതും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നുണ്ട്, വൈദ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാസൽ ബലദ ആമിനാ. അല്ലാഹുവേ, ഈ നാടിനെ, ഈ മക്കയെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാസൽ ബലദിൽ അമീൻ. സൂറത്തു തീനിലൂടെ അല്ലാഹു ആ രാജ്യത്തെക്കുറിച്ച് സത്യം ചെയ്തു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഈ രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ രക്തം ചിന്താൻ പാടില്ല, അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല, ആയുധമേന്തി നടക്കുന്നത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. ലാ യഹില്ലു ലിഅഹദികും അൻ യഹ്മില ബിമക്കത്ത സിലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ ആയുധമേന്തി നടക്കാൻ പോലും പാടില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അറബികളുടെ ഒരു ശൈലി നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ കയ്യിൽ എപ്പോഴും ഒരു പക്ഷേ ചെറിയ ആയുധങ്ങൾ ഉണ്ടാകും. ആ ആയുധവുമായി ഹറം പ്രദേശത്തേക്ക്, മക്കയുടെ ആ നാട്ടിലേക്ക് കടന്നു വരാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. എന്നാൽ സുരക്ഷയുടെ ഭാഗമായി അവർക്ക് അത്തരം ആളുകൾക്ക് അത്യാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുകൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ആ സുരക്ഷയുടെ ഭാഗമായി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല, അവിടെ രക്തം ചിന്താൻ പാടില്ല. ഇങ്ങോട്ട് ആക്രമിച്ചവനോട് പോലും യഥാർത്ഥത്തിൽ കഴിയുമെങ്കിൽ അവിടെ വെച്ച് പുറത്തു കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ അവിടേക്ക് കടന്നു വന്ന ആളുകളെ, വിശ്വാസികളായ ആളുകളെ മൊത്തത്തിൽ ഉപദ്രവിക്കാൻ കടന്നു വന്നാൽ
അവരെ തടുക്കാം, അവരെ പ്രതിരോധിക്കാം എന്നുകൂടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റിയാദിൽ നിന്നും ഒരു സംഘം ആളുകൾ ആ മക്കയിലേക്ക് കടന്നു വന്ന ചരിത്രം മക്കയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് അവർ വന്നത്? ആ കഅബാലയത്തെ തകർക്കാനാണ്. അവിടേക്ക് വന്ന വിശ്വാസികളെ കൊല്ലുവാനാണ്. ആ കഅബയെ, മക്കയെ ആക്രമിക്കുവാനാണ് അവർ കടന്നു വന്നത്. അവർ കടന്നു വന്നത് മയ്യത്തുകട്ടിലിൽ ആയുധങ്ങളുമായിട്ടാണ്. മയ്യത്തുകട്ടിലിൽ തോക്കുകളുമായിട്ടാണ് അവർ ആ കഅബാലയത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നത്. നിങ്ങൾക്കറിയാലോ, അവിടെ ഉംറയ്ക്കോ ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം, ഓരോ വക്തിനും അവിടെ മയ്യത്ത് നമസ്കാരം ഉണ്ടാകും. ഓരോ വക്തിനും മയ്യത്ത് നമസ്കാരം ഉണ്ടാകും. ഇന്ന് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി മയ്യത്തുകൾ കൊണ്ടുവരുന്നത് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ആ സംവിധാനത്തോടു കൂടിയാണെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഈ രൂപത്തിലുള്ള സുരക്ഷയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മരണപ്പെട്ട ആളുകളെ കൊണ്ടുവരും അവിടേക്ക്. അങ്ങനെ മയ്യത്തുകൾ കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിൽ മയ്യത്തു കട്ടിലിൽ ആയുധങ്ങളുമായി മക്കയിലേക്ക് കടന്നു വരികയും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും നമസ്കാരം കഴിഞ്ഞ ഉടനെ, സലാം വീട്ടിയ ഉടനെ അവർ കരുതി വെച്ച ആ ആയുധങ്ങളെടുത്ത് ആ മക്കയെ ആക്രമിക്കാൻ, കഅബയെ തകർക്കാൻ അവിടേക്ക് കടന്നു വന്ന വിശ്വാസികളെ കൊല്ലാൻ ഒരുങ്ങിയ സമയത്ത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിന്റെ സുരക്ഷയുടെ ഭാഗമായി അവിടെ അവരെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുകൂടെ ആ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അവിടെ മക്കയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വന്ന വിശ്വാസികൾ ആക്രമിക്കാനോ അതിന്റെ ഭാഗമായി, പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടല്ലാതെ അവിടെ ആയുധമെടുക്കാൻ പാടില്ല, അവിടെ വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നിർഭയത്വത്തിന്റെ നാടാണ് മക്ക. ഈ നിർഭയത്വം മനുഷ്യന്മാർക്ക് മാത്രമല്ല, ജന്തുജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ചെറിയ പുൽക്കൊടികൾക്ക് പോലും സുരക്ഷിതത്വം, നിർഭയത്വം നൽകിയ നാടാണ് മക്ക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ലാ യുഅലദു ശൗഖുഹു വലാ യുനഫറു സൈദുഹു. അവിടത്തെ വൃക്ഷങ്ങളുടെ, സസ്യങ്ങളുടെ മുള്ളുകൾ പോലും നിങ്ങൾ പറിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അവിടത്തെ സസ്യങ്ങളുടെ മുള്ളുകൾ, അവിടത്തെ വൃക്ഷങ്ങളുടെ മുള്ളുകൾ പോലും നിങ്ങൾ പറിക്കാൻ പാടില്ല. അവിടത്തെ മൃഗങ്ങളെ നിങ്ങൾ പിന്നെ വേട്ടയാടാൻ പാടില്ല. വലാ യൽതഖിതു ലുഖതതഹു ഇല്ലാ മൻ അറഫഹാ. വീണ് കിട്ടിയ സാധനങ്ങൾ പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല, പരസ്യപ്പെടുത്താനല്ലാതെ. റസൂലുള്ളാഹിന്റെ വാചകമാണ്. അവിടെ നിന്ന് വീണ് കിട്ടിയ സാധനങ്ങൾ പോലും, സാധാരണ ആളുകൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ആദ്യമായി അങ്ങോട്ട് പോകുന്ന ആളുകൾ പിന്നെ മസ്ജിദുൽ ഹറമിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് പുറത്തൂരി വെക്കും. സാധാരണ പള്ളി കയറുന്ന പോലെ ചെരുപ്പ് ഊരി വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ അവരോട് ആരും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ചെയ്യേണ്ടാന്ന്. അങ്ങനെ ചെരുപ്പ് ഊരി വെച്ച് കയറിയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കാണൂല. അവിടത്തെ സ്വാഭാവികമായും അവിടെ ചെരുപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? എന്റെ ചെരുപ്പ് വേറെ ആരെങ്കിലും മാറിയിട്ടതായിരിക്കും എന്ന് വിചാരിച്ച് കിട്ടിയ ചെരുപ്പിട്ട് തിരിച്ചു പോരും. പാടില്ല. എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടേതല്ലാത്ത ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്. വലാ യുഖ്തല ഖലഹ. അവിടത്തെ ചെടികൾ പിഴുതെടുക്കാൻ പാടില്ല, മരങ്ങൾ വെട്ടിയെടുക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇല്ലൽ ഇദ്ഖർ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇദ്ഖർ എന്ന് പേരുള്ള ഒരു ചെടിയുണ്ട്. ആ ചെടിയെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. അത് വെട്ടാനും അത് മുറിക്കാനുമുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം. എന്തേ കാരണം എന്നറിയോ? അതിന്റെ ഓല കൊണ്ടാണ് അവർ പുരമേയാൻ വേണ്ടി ആ ചെടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ആ ചെടി ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം, അതിനെ മുറിക്കാൻ, അതിൽ നിന്ന് വെട്ടിയെടുക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ശരി, ഇല്ലൽ ഇദ്ഖർ, നിങ്ങളെ പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന്. വേട്ടയാടാൻ പാടില്ല, ജീവികളെ കൊല്ലാൻ പാടില്ല, എന്നാൽ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലാം എന്നതാണ്. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന, ഏതുപോലെ പാമ്പിനെ കൊല്ലാം. ഹദീസിൽ കാണാം, പിന്നെ വൽ ഖുറാബുൽ അബ്ഖ, ഉപദ്രവിക്കുന്ന കാക്ക. അതേപോലെ തന്നെ വൽ ഫഅറ, എലി. വൽ കൽബുൽ അഖൂർ, കടിക്കുന്ന നായ. വൽ ഹുദയ്യ, പരുന്ത്. ഇതൊക്കെ നിങ്ങളെ ആക്രമിക്കുമെങ്കിൽ, നിങ്ങൾ ഉപദ്രവിക്കുമെങ്കിൽ നിങ്ങൾക്കതിനെ കൊല്ലാം.
വിഷജന്തുക്കളെ കൊല്ലാം, ഏതുപോലെ തേളുപോലെയുള്ള ജീവികളെയും കൊല്ലാം എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ മനുഷ്യന്മാർക്കും ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും വരെ വൃക്ഷങ്ങൾക്കും വരെ സുരക്ഷിതത്വം നൽകിയ, നിർഭയത്വം നൽകിയ നാടിന്റെ പേരാണ് മക്ക. വമൻ ദഖലഹു കാന ആമിന. സുരക്ഷിതത്തിന്റെ അതേപോലെ തന്നെ നിർഭയത്വത്തിന്റെ നാടാണ് മക്ക എന്ന് ഖുർആൻ നമ്മെ കേൾപ്പിക്കുകയാണ്. അവിടെ നിർഭയത്വം ലഭിച്ചുവെന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശിച്ചവർ നിർഭയത്വം നൽകണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ മണ്ണിലേക്ക് ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായും പാലിക്കണം എന്നർത്ഥം. അവർ മറ്റുള്ളവർക്ക് നിർഭയത്വം നൽകണം എന്നർത്ഥം. ആ നാട്ടിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ആ നാടിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന ഒന്നും അവനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഏതുവരെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നല്ല, തെറ്റുകളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും പാടില്ല എന്നതാണ് ഹറമിന്റെ പ്രത്യേകത. ഹറമിന്റെ അകത്തു വെച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, തെറ്റുകളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. സൂറത്തുൽ ഹജ്ജിലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യുരിദു ഫീഹി ബിൽ ഹാദി ബിദുൽമിൻ നുസിഖുഹു മിൻ അസാബിൻ അലീം. അവിടെ വെച്ച് വല്ലവരും അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ചെയ്താലെന്നല്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുസിഖുഹു മിൻ അസാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവനുണ്ടാകും എന്നതാണ്. അതിശക്തമായ ശിക്ഷ ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ധർമ്മവിരുദ്ധമായ പ്രവർത്തനത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ തീജ്വാല അവനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്ന റജുലൻ ഹമ്മ ഫീഹി ബിൽ ഹാദി വഹുവ ബിഅദനി അബിയന ലഅസാഖുല്ലാഹ് അസ്സ വജല്ല അസാബൻ അലീമാ. ആരെങ്കിലും ആ സ്ഥലത്ത് വെച്ച് അന്യായമായി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷ അവൻ ആസ്വദിപ്പിക്കുന്നതാണ് എന്ന്. കണ്ടോ നിങ്ങൾ, ആ നാടിന്റെ പവിത്രതയാണ്. ഇത് വേറൊരു നാടിനുമില്ല അല്ലേ? സാധാരണ ഒരു ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ നിങ്ങൾക്കതിന് സാധിച്ചില്ല എങ്കിൽ തന്നെ ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. എന്നാൽ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നിങ്ങൾ ആ തിന്മ ചെയ്തില്ലെങ്കിൽ, തീർച്ചയായും ആ തിന്മക്ക് പകരമായി നന്മ രേഖപ്പെടുത്തുമെന്നാണ് ഹദീസിൽ. എന്നാൽ മക്കയിൽ വെച്ച്, ഹറം പരിധിയിൽ വെച്ച് ആരെങ്കിലും തിന്മ ചെയ്യണമെന്നില്ല. തിന്മ ഉദ്ദേശിച്ചാൽ തന്നെയും അവന് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അത് മക്കയുടെ പവിത്രതയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ഗളുന്നാസു ഇലല്ലാഹി സലാസ, 3 വിഭാഗം ആളുകളെ അള്ളാഹു വെറുക്കുകയാണ്. മുൽഹിദും ഫിൽ ഹറാം. ഒന്നാമത്തെ വിഭാഗം എന്നറിയോ? ഹറമിൽ വെച്ച് മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തവൻ, ഹറാമ് ചെയ്തവൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തവൻ. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിന് അവരെ വെറുപ്പാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലേക്ക് ഒരു തെറ്റായ ചിന്ത പോലും വരാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിശദീകരിച്ചത്? അത് മക്കയുടെ പവിത്രതയാണ്, മക്കയുടെ നിർഭയത്വമാണ്. അവിടെ കാരി കടന്നു വന്നാലും അവർ സുരക്ഷിതരായിരിക്കും എന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, കഅബാലയത്തിന്റെ ചുറ്റും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക് ഒരു വഴി, പുരുഷന്മാർക്ക് വേറെ വഴിയില്ല. എല്ലാവരും ഒന്നിച്ച, പല രാജ്യക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും എല്ലാവരും ഒരുമിച്ച തവാഫ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അന്യാണുങ്ങളും അന്യ പെണ്ണുങ്ങളുമാ. പക്ഷെ അവരുടെ മനസ്സിലേക്ക് തെറ്റായൊരു ചിന്ത പോലും ആ സമയത്ത് കടന്നു വരുന്നില്ല. കണ്ടോ നിങ്ങൾ, അതാണ് മക്കയുടെ പവിത്രത, അതാണ് പരിശുദ്ധ ഹറമിന്റെ നിർഭയത്വം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ, സ്ത്രീകളും പുരുഷന്മാരും. നോക്കുങ്ങളെ, ഒരു 100 ആള് വേണ്ട, ഒരു ചെറിയ സംഗമത്തിനു പോലും അവിടെ കൃത്യമായ നിയന്ത്രണങ്ങളില്ലെങ്കിൽ, ആണിനും പെണ്ണിനും നിയന്ത്രണങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒന്നിച്ചു തവാഫ് ചെയ്യുമ്പോ അവിടെ പ്രത്യേകമായ അടയാളങ്ങളില്ല, അവിടെ പ്രത്യേകമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വഴികളില്ല.
എന്നിട്ടും അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയ തെറ്റായ ചിന്ത പോലും കടന്നു വരുന്നില്ല എങ്കിൽ അതാണ് മക്കയിലെ നിർഭയത്വം, അതാണ് മക്കയുടെ സുരക്ഷിതത്വം എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അതല്ല, ആർക്കെങ്കിലും അങ്ങനെ തെറ്റായ ചിന്ത വന്നാൽ അവനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് അതിശക്തമായ ശിക്ഷ അള്ളാഹുവിന്റെ കാത്തിരിക്കുക എന്നുള്ളത്. അതാണ് മക്ക ഹറം എന്ന് പറയുന്നത്. സ്വഹാബത്തിന് പേടിയായിരുന്നു. മക്കയെക്കുറിച്ചും അവിടത്തെ അമലുകളുടെ പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ ധാരാളം ഹദീസുകളിലുണ്ട്. ഒരു നേരത്തെ ഒരു വഖത്തിന്, ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലം. പക്ഷേ സ്വഹാബത്തിന് പേടിയായിരുന്നു പലർക്കും ആ മക്കയിൽ താമസിക്കാൻ. പല സ്വഹാബത്തും മക്കയിലെ ഹറം പരിധിയിൽ നിന്നും മാറിയാണ് താമസിച്ചിരുന്നത്. ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നുണ്ട്, കാന ജമാഅത്തു മിനസ് സ്വഹാബ യത്തഖൂന സുക്നൽ ഹറാം യത്തഖൂന സുക്നൽ ഹറം. ആ ഹറമിന്റെ പരിധിയിൽ താമസിക്കുന്നതിൽ ഭൂരിപക്ഷം സ്വഹാബാക്കളും പേടിച്ചിരുന്നു. അവർക്ക് പേടിയായിരുന്നു. ആ മക്കയുടെ പരിധിയിൽ ആ ഹറം പ്രദേശത്ത് താമസിക്കുന്ന വിഷയത്തിൽ ഭൂരിഭാഗം സ്വഹാബത്തിനും പേടിയായിരുന്നു. എന്തേ കാരണമെന്നറിയോ? ഖശിയത ഇർതികാബി സുനൂബ്, അവിടെ വെച്ചെങ്ങാനും തെറ്റ് സംഭവിച്ചു പോയാലോ എന്ന് ഭയപ്പെട്ടു. കണ്ടോ നിങ്ങൾ, സ്വഹാബത്തിന് പേടിയായിരുന്നു, സലഫുകൾക്ക് പേടിയായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ എന്ന് ചരിത്രം പേര് നൽകിയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി മരണപ്പെടുന്ന സമയത്ത് 13 വയസ്സായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം ജനിച്ചത് മക്കയില. ഇബ്നു അബ്ബാസിന്റെ ഖബറുള്ളത് ത്വായിഫില. ത്വായിഫിലേക്ക് പോയ ആളുകൾക്കറിയാം, അവിടെ മസ്ജിദ് ഇബ്നു അബ്ബാസ് ഉണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. ഇന്ന് ആ ഖബർ, അവിടേക്ക് ആളുകൾ ചെന്ന് ആ ഖബറിന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാനും ആ ഖബറിനെ തൊട്ടുമുത്താനും ഒക്കെ തുടങ്ങിയപ്പോ ആ ഖബർ ഇന്ന് സുരക്ഷിതമായി ഇന്നവിടെ വലയം ചെയ്തിട്ടുണ്ട്. ഇന്നങ്ങനെ ആളുകൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, മക്കയിൽ ജനിച്ച ഇബ്നു അബ്ബാസ് എന്തുകൊണ്ട് ത്വായിഫിൽ മരണപ്പെട്ടു, ത്വായിഫിൽ ജീവിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി പ്രവാചകനിൽ നിന്നും അറിവുകൾ നേടിയെടുത്ത് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത് അവിടുത്തെ ജീവിതത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞ് അവസാനത്തിലേക്ക് കടന്നപ്പോ മക്കയിൽ നിന്നും മാറി ത്വായിഫിലേക്ക് യാത്ര ചെയ്ത് ത്വായിഫിൽ താമസം ആരംഭിച്ച് അവിടെ താമസിച്ച് അവിടെ തന്നെ മരണപ്പെടുകയും അവിടെ തന്നെ ഖബറൊരുക്കുകയും ചെയ്തു. ആളുകൾ ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ത്വായിഫിൽ താമസം മാറിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, എന്തേ നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്, എനിക്കറിയാം മക്കയിൽ നിന്നാൽ വലിയ പ്രതിഫലമാണ്, ഓരോ നന്മക്കും വലിയ പ്രതിഫലമാണ്. പക്ഷേ ഞാൻ പേടിക്കുന്നു, ഒരു ചെറിയ തിന്മയെങ്ങാനും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, തിന്മ ചെയ്യണമെന്നില്ല, ഒരു ചെറിയ തിന്മയെങ്ങാനും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിങ്കൽ വലിയ ശിക്ഷയായി രേഖപ്പെടുത്തുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ത്വായിഫിലേക്ക് താമസം മാറ്റിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയെ കുറിച്ച് പറയുന്നുണ്ട്, ലഅൻ ഉഖ്തിഅ 70 ഖതീഅ യഅനി ബിഗൈരി മക്ക അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഖ്തിഅ ഖതീഅതൻ വാഹിദതൻ ബിമക്ക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പുറത്തു വെച്ച് എന്ന് പറഞ്ഞാൽ മക്കയുടെ ഹറം പരിധിക്ക് പുറത്തു വെച്ച് 70 തെറ്റുകൾ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഭയപ്പെടുന്നത് ഈ മക്കയുടെ ആ ഹറം പരിധിക്കുള്ളിൽ വെച്ച് ഒരു തിന്മ ചെയ്യുന്നതിനെയാണ്. ഇതായിരുന്നു സ്വഹാബത്ത്. മുൻഗാമികൾ ഈ രൂപത്തിലാണ് മക്കയെ കണ്ടിരുന്നത്. അവർ അതിന്റെ പവിത്രത ഏറെ ശ്രദ്ധിച്ചിരുന്നു ജീവിതത്തിന്റെ ഭാഗമാക്കാൻ. അവിടെ താമസിക്കുന്നവരും അവിടേക്ക് ഉംറക്കോ ഹജ്ജിനോ കടന്നു ചെല്ലുന്നവരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിർബന്ധമാണ്. ഇനി ആ മക്കയുടെ പവിത്രത പറയുന്നിടത്ത് കാണാം, അവിടെ പോയവർ മാത്രമല്ല, ആ മക്കയിൽ താമസിക്കുന്നവർ മാത്രമല്ല, ആ നാട്ടിൽ പോയാൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലായാലും ശരി, മക്കയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഇദാ അതൈതുമുൽ ഗായിത ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹാ ബിബൗലിൻ വലാ ഗായിത്തിൻ. നിങ്ങൾ കഅബാലയത്തിന് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ടോ പിന്തിരിഞ്ഞുകൊണ്ടോ
മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. കണ്ടോ നിങ്ങൾ, കഅബാലയത്തിന് നേരെ തിരിഞ്ഞിട്ടോ മുന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഅബാലയത്തിന് മുന്നിട്ടോ പിന്നിട്ടോ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇനി അങ്ങനെ ശ്രദ്ധിച്ചാൽ, ആ വിഷയം ശ്രദ്ധിച്ചാൽ അവന് വലിയ പ്രതിഫലമുണ്ട് എന്നതാണ്. മല്ലയസ്തഖ്ബിലിൽ ഖിബ്ല വലം യസ്തദ്ബിർഹാ ഫിൽ ഗായിതി കുതിബ ലഹു ഹസനത്തുൻ വമുഹിയ അൻഹു സയ്യിഅത്തുൻ. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ആ കഅബാലയത്തിന്റെ പവിത്രത മനസ്സിലാക്കി അതിനെ മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരുന്നാൽ അവനൊരു നന്മ രേഖപ്പെടുത്തും, അവന്റെ ഒരു തിന്മ മായ്ച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം. ഇനി തുപ്പുമ്പോൾ പോലും സഹോദരങ്ങളെ, തുപ്പുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കണമെന്നാണ്. മൻ തഫല തുജാഹൽ ഖിബ്ലതി ജാഅ യൗമൽ ഖിയാമ തഫ്ലുഹു ബൈന ഐനൈഹി. ആരെങ്കിലും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ, ഹദീസാണിത്, ആരെങ്കിലും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ ആ തുപ്പൽ അവന്റെ ഇരു കണ്ണുകൾക്കിടയിൽ ഖിയാമത്ത് നാളിൽ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോയ ആളുകൾ മാത്രമല്ല, ലോകത്തിന്റെ ഏതു പ്രദേശത്ത് താമസിക്കുന്നവരും ആ മക്കയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും എന്നർത്ഥം. ആ മക്കയിലേക്ക്, അതിന്റെ ഹറം പരിധിക്കുള്ളിലേക്ക് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ലിൽ മുസ്ലിമീന ഫഖത്ത് എന്ന് കാണാൻ കഴിയും, അല്ലേ? ജിദ്ദയിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മക്കയിലേക്ക് പോരുന്ന വഴി, അല്ലെങ്കിൽ ആ മക്കയിലേക്കുള്ള ഏത് റോഡുമാവട്ടെ, അതിന്റെ ഹറമിന്റെ ആ പരിധിയിൽ റോഡിൽ വലിയൊരു ബോർഡ് വെച്ചതായി കാണാൻ കഴിയും. ലിൽ മുസ്ലിമീന ഫഖത്ത്, മുസ്ലിംസ് ഓൺലി, മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. മുസ്ലിം അല്ലാത്ത ഒരാൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. എന്തേ കാരണം? അത് തൗഹീദിന്റെ നാടാണ്, അത് നിർഭയത്വത്തിന്റെ നാടാണ്, തൗഹീദ് ഉള്ളവർ കടന്നു വരുന്ന നാടാണ്, വിശ്വാസികൾ കടന്നു വരുന്ന നാടാണ്, ഹജ്ജിന് വേണ്ടി വരുന്ന നാടാണ്. അവിടെ തൗഹീദിന് വിരുദ്ധമായ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, ഇസ്ലാമിക വിരുദ്ധമായ ഒന്നും നടക്കാൻ പാടില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള നാട്, ദജ്ജാല് പോലും പ്രവേശിക്കാത്ത നാട്. അവസാന നാളിൽ ഒരു മനുഷ്യന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്ന ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ദജ്ജാലിന്റെ ഫിത്നയാണ്. വമിൻ ഫിത്നത്തിൽ മഹിയ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് തഹിയ്യാത്തിലും നമ്മൾ ദുആ ചെയ്തതാണ്. ഖിയാമത്ത് നാളിൽ ദജ്ജാൽ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാകില്ല. അത്രമേൽ വേഗതയായിരിക്കും ദജ്ജാലിന്. അവന്റെ ഓരോ കാലടികളും വളരെ ദൂരത്തേക്കെത്താൻ അവനെ സഹായിക്കും. എന്നാൽ ദജ്ജാലിന് കടന്നു ചെല്ലാൻ കഴിയാത്ത രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് മക്കയാണ്, മറ്റൊന്ന് മദീനയാണ്. ഇല്ലാ മക്കത്ത വൽ മദീന ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റുസൂനഹാ. മക്കയുടെ, മദീനയുടെ ഹറം പരിധിയിൽ അല്ലാഹുവിന്റെ മാലാഖമാർ കാവൽ നിൽക്കും. ദജ്ജാലിനെ ആ ഹറമിന്റെ അകത്തേക്ക് കടത്തില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇങ്ങനെ സഹോദരങ്ങളെ, എല്ലാ നിലക്കും മക്കയുടെ പവിത്രത, മക്കയുടെ പരിശുദ്ധി, മക്കയുടെ മഹത്വം നമ്മൾ അറിയണം, പഠിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറ്റണം, അല്ലേ? മക്കയെക്കുറിച്ച് ധാരാളം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ തന്നെ യഥാർത്ഥത്തിൽ മക്കയുടെ ഓരോ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പഠിക്കണത് ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകിയാൽ, പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ, മില്ലത്ത് ഇബ്രാഹിം പറയുമ്പോൾ, ഓരോ പ്രാർത്ഥനകളും, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ ഓരോന്നും ഓരോ സമയത്തായി വിശദീകരിക്കാൻ തന്നെയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ മറ്റൊരവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. നമ്മൾ അറിയണം സഹോദരങ്ങളെ, ആ മക്കയെ വല്ലാത്ത സ്നേഹിച്ചു ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ഒരു പ്രാർത്ഥനയുണ്ട്, ഫജഅൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ലോകത്തിന്റെ മുഴുവൻ കോണിലുള്ള വിശ്വാസികളുടെയും മനസ്സ് ഈ മക്കയിലേക്ക് കൊതിക്കുന്ന രൂപത്തിലേക്കാക്കണമേ. എന്താണ് ആ പ്രാർത്ഥന? ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്ത്. അല്ലാഹുവേ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആ മക്കയൊന്ന് കാണാൻ, ആ മക്കയിലേക്കൊന്ന് വരാൻ
കൊതിക്കുന്ന മനസ്സാക്കണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നു. ആരാ കൊതിക്കാത്തത്? ആരാ ആഗ്രഹിക്കാത്തത്? ആ മക്കയെ ഒന്ന് കാണാൻ, അവിടെ പോകാൻ, അവിടെ പോയി ഒന്ന് ഉംറ ചെയ്യാൻ, അവിടെ പോയി ഒന്ന് തവാഫ് ചെയ്യാൻ, സഅയ് ചെയ്യാൻ. ആരാ കൊതിക്കാത്തത്? ആരാ ആഗ്രഹിക്കാത്തത്? ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ആ പരിശുദ്ധ മക്കയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും കടന്നു ചെല്ലണം എന്നുള്ളത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഇതുവരെ പോകാത്തവർക്ക് കാണണമെന്ന് തോന്നുന്നതിനേക്കാളേറെ, ഇതുവരെ കാണാത്തവർക്ക് അങ്ങോട്ട് പോകാനുള്ള കൊതിയുള്ളതിനേക്കാളേറെ കൊതിയാണ് ഒരു പ്രാവശ്യമെങ്കിലും മക്കയെ കണ്ടവർക്ക്, ഒരു പ്രാവശ്യമെങ്കിലും മക്കയിലേക്ക് കടന്നു ചെന്നവർക്ക് വീണ്ടും വീണ്ടും മക്കയെ കാണാൻ, മക്കയിലേക്ക് ചെല്ലാൻ, അവിടെ പോയി ഒന്ന് തവാഫ് ചെയ്യാൻ, ആ കഅബാലയത്തെ കാണാൻ വല്ലാത്ത കൊതിയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, മനുഷ്യരുടെ മനസ്സിനെ നീ കൊതിയുണ്ടാക്കണമേ, മനുഷ്യരുടെ മനസ്സിനെ നീ ആഗ്രഹം തോന്നിപ്പിക്കണമേ. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഈ നിർഭയത്വത്തിന്റെ രാജ്യത്തേക്ക് ആളുകളെ നീ വീണ്ടും വീണ്ടും കൊണ്ടുവരണമേ. നോക്കൂ പ്രാർത്ഥന. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ഒരു പ്രാവശ്യം പോയാൽ രണ്ടാമത് വിളിച്ചാൽ നമ്മൾ പറയില്ലേ, അതൊരു പ്രാവശ്യം കണ്ടതാ, ഇനി ഞാനില്ല. ഒന്നും രണ്ടും കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ എന്തായാലും ഒരു പക്ഷേ പറഞ്ഞേക്കും, 2 തവണ പോയതാ, ഇനി ഞാനില്ല. പക്ഷേ മക്കയിലേക്ക് ഒന്നല്ല രണ്ടല്ല, എത്ര തവണ പോയാലും കൊതി തീരാത്ത മനസ്സാ വിശ്വാസികളുടെ മനസ്സ്. അത് വെറുതെ കിട്ടിയതല്ല, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നിന്നുണ്ടായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നാട്ടിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്ന സമയമുണ്ട്. ആ നാട്ടിലേക്ക് ഉംറക്കോ ഹജ്ജിനോ പോയവർ ആ നാടിനോട് യാത്ര ചോദിക്കുന്ന ഒരു സമയമുണ്ട്. മനസ്സ് വിങ്ങിയിട്ടല്ലാതെ ആ നാട്ടിൽ നിന്നും തിരിച്ചു പോരാൻ ഒരു വിശ്വാസിക്കും കഴിയില്ല എന്നതാണ്. ഒരു തവണയെങ്കിലും അവന്റെ നെഞ്ചകമൊന്ന് വിങ്ങും, അവന്റെ മനസ്സൊന്ന് കരയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് യാത്രയാകുന്ന സമയത്ത്, മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത്, ആ മക്കയുടെ അതിർത്തിയിൽ വന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയെ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്. ആകാശത്തിന് കീഴെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായ ഭൂമി നീയാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഭൂമിയും മക്കേ നീയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ, വലൗലാ അന്നി ഖറജ്തു മിൻകി മാ ഖറജത്. മക്കേ, ഇവിടത്തെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോകുമായിരുന്നില്ല. അത്രമേൽ ഇഷ്ടമാണ് മക്കേ നിന്നെ എനിക്ക് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുകയാണ്. മക്കയുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് മക്ക സാധാരണ ഒരു സ്ഥലം പോലെ അല്ല കാണേണ്ടതും തോന്നേണ്ടതും. മക്ക ഈമാനിന്റെ ഭാഗമാണ്. മക്കയെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞാൽ മക്കയോടുള്ള മക്ക എന്ന് പറഞ്ഞത് മതത്തിന്റെ ഒരു ചിഹ്നമാണ്. മതത്തിന്റെ ഒരു ചിഹ്നമാണ് മക്ക. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ മക്കയെ സ്നേഹിക്കൽ, ആ മക്ക മനസ്സിൽ സ്ഥാനം പിടിക്കൽ, ആ മക്കയിലേക്ക് പോകാൻ വീണ്ടും വീണ്ടും കൊതിക്കൽ, അത് തീർച്ചയായും തഖ്വയുടെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മക്കയെ അറിയാൻ, മക്കയെ സ്നേഹിക്കാൻ, മക്കയ്ക്ക് മനസ്സിലൊരു സ്ഥാനം കൊടുക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിയുന്ന സമയത്തൊക്കെയും ആ നാട്ടിലേക്ക് ചെല്ലാനും അവിടെ പോയി ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇതുവരെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ലാത്തവർക്ക് ഒരിക്കലെങ്കിലും മരണത്തിന് മുൻപായി ആ നാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, അവിടെ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവേ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ശിആറുകളെ സ്നേഹിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും വേദനകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ, അവർക്ക് നീ സമാധാനം നൽകണേ, ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. പിശാചിന്റെ എല്ലാവിധ ശർറിൽ നിന്നും നീ ഞങ്ങളെയൊക്കെ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ മക്കളെ
നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. തൗഹീദുള്ള 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഇണകളെ, ഞങ്ങളുടെ തലമുറകളെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.